ഞാൻ ചെറുപ്പത്തിലെ ശരിക്കും ഒരു ഇൻഫീരിയറിറ്റി കോംപ്ലക്സ് ഉള്ള ഏറ്റവും ക്ലാസ്സിലെ ഏറ്റവും ഒതുങ്ങി ആർക്കും ഒരു തരത്തിലുള്ള ഉപദ്രവ ബുദ്ധിമുട്ടോ മാനസികമായിട്ട് പോലും ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടോ ഉണ്ടാക്കാതെ ജീവിക്കാൻ ആഗ്രഹിച്ച ഒരു ഒതുങ്ങി ജീവിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. ഞാനാണ് ഇപ്പോ ഇതുപോലെ കുട്ടികളൊക്കെ ക്ലാസ് എടുത്ത് കുറച്ച് ആൾക്കാരുടെ മുന്നിൽ പോയി മൈക്ക് പിടിച്ച് അപ്പൊ എനിക്ക് കുറെ കൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റും. കുട്ടികൾ അങ്ങനെ ഒതുങ്ങിയിരിക്കുന്ന കുട്ടികളെ കുറച്ചും കൂടെ എനിക്ക് മുന്നോട്ട് ഏറ്റവും കൂടുതൽ ഞാൻ തന്നെ ചെറുപ്പത്തിൽ ഏറ്റവും കൂടുതൽ അനുഭവിച്ചിട്ടുണ്ട് ആ ഒരു അവസ്ഥ, ആ ഒരു ഇൻഫീരിയറിറ്റി കോംപ്ലക്സ് അല്ലെങ്കിൽ ആ ഒരു ഏറ്റവും കൂടുതൽ ഒതുങ്ങിയിരിക്കേണ്ട ഒരു അവസ്ഥ. ആ ഒരു സമയത്ത് അവരുടെ മാനസികാവസ്ഥ എന്താണെന്ന് ഏറ്റവും കൂടുതൽ എനിക്ക് മനസ്സിലാകും. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ കുട്ടികൾക്ക് എടുക്കുന്നുണ്ട്, ഒരുപാട് സന്തോഷമുണ്ട്. അഞ്ജനയുടെ ഒരു റീലാണോ എവിടെയാണോ ഞാൻ കണ്ടിരിക്കുന്നതെന്ന് അറിയത്തില്ല, പക്ഷെ എൻ്റെ ഓർമ്മയിൽ ഒരാൾക്ക് എൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ ഒരു ആശ്വാസം അല്ലെങ്കിൽ ഒരു മോട്ടിവേഷൻ കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര ഹാപ്പിനെസ് ആണ്. ഓരോരുത്തർ അന്വേഷിച്ച് വരാറുണ്ട്, മെസ്സേജ് ഇടാറുണ്ടെന്ന് പറഞ്ഞു. ഹൗ യു ഫീൽ ആ ഒരു സമയത്ത്? അത് ശരിക്കും അന്വേഷിച്ച് വരുന്നത് എന്ന് ഉദ്ദേശിക്കുന്നത് ശരി എന്നെ പോലുള്ള ഒരുപാട് കുട്ടികളുള്ള പേരൻസ് അല്ല എന്നെ പോലുള്ള അങ്ങനത്തെ വെല്ലുവിളികൾ നേരിടുന്ന കുറേ പേര് അങ്ങനെയുള്ളവരാണ് കൂടുതലും എൻ്റെ അടുത്ത് അങ്ങനെ വരുന്നത്. അപ്പോൾ അവർക്ക് ഞാൻ ഒരു മാതൃകയാവാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ അവർക്കതൊരു ആശ്വാസമാവാൻ പറ്റുന്നുണ്ട്. എൻ്റെ വീഡിയോ കാണുമ്പോൾ ഇതുപോലുള്ള കുട്ടികളുള്ളവർ എൻ്റെ വീഡിയോ കാണിച്ചിട്ടാണ് അവരുടെ കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞ് ഒരുപാട് പേര് പറയുന്നുണ്ട്. അത് എനിക്ക് ഒരു സന്തോഷത്തെക്കാൾ കൂടുതൽ എനിക്കതൊരു മോട്ടിവേഷനാണ്. ഞാൻ അവർക്കൊരു മോട്ടിവേഷൻ ആണല്ലോ എന്ന് അറിയുന്നത് എനിക്കൊരു മോട്ടിവേഷൻ. എനിക്ക് വീണ്ടും വീണ്ടും പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ, അവർക്ക് കൂടുതൽ അവർക്കൊരു ധൈര്യം കൊടുക്കാൻ എന്നെ കൊണ്ട് സാധിക്കുന്നുണ്ടല്ലോ. അത് ഞാനായിട്ട് ജീവിക്കുന്നത് കൊണ്ട് എനിക്കത് സാധിക്കുന്നുണ്ടല്ലോ എന്നുള്ളത് എനിക്ക് അതിലപ്പുറം സന്തോഷവും എനിക്കൊരു മോട്ടിവേഷനാണ്.